നമ്മൾ ഭയക്കുന്ന എന്തായാലും അതൊക്കെ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. ടെംപ്റ്റേഷൻ എന്ന വാക്ക്, പ്രലോഭനം, അത് നമുക്ക് ഒത്തിരി പരിചയമുള്ള വാക്കാണ്. അത് പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഈ ടെംപ്റ്റേഷൻസ് എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഐഡന്റിറ്റിക്ക് എതിരെയുള്ള അറ്റാക്കുകളാണ്. നമ്മളെ ഓരോരുത്തരും ദൈവം ആരാക്കി സൃഷ്ടിച്ചിരിക്കുന്നു, ആരാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ ചോദ്യം ചെയ്യുന്നതാണ് ഓരോ ടെംപ്റ്റേഷൻസും. ഉദാഹരണത്തിന്, നിങ്ങൾ ചില കാര്യങ്ങൾ സംശയിക്കാൻ ഇടയാക്കിയാൽ, നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളുടെ ഐഡന്റിറ്റിയെ സംശയിക്കാൻ ഇടയായാൽ ആ ചിന്തയ്ക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, സാത്താൻ ആദ്യമായിട്ട് ഹവ്വായോട് പറയുകയാണ്, ദൈവം യഥാർത്ഥമായി ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ, ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ ഒരു തോട്ടാണ് ആദ്യം കൊടുത്തത്, ഒരു ചിന്തയാണ് കൊടുത്തത്. ആ ചിന്തയിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉടലെടുത്തത്. ദൈവം നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ, ദൈവം യഥാർത്ഥമായി നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടോ, നിനക്ക് ദൈവം സകലം നൽകിയിട്ടുണ്ടോ, നീ ദൈവത്തിൻ്റെ നീതിയാണോ? സംശയങ്ങളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ശത്രുവിൻ്റെ അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അകത്തൊരു ഫോൾസ് ഐഡന്റിറ്റി ശത്രു ഇടും. അതായത്, യു ആർ റിജക്റ്റഡ്, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുവാണ്, നീ വേണ്ടത്ര ആത്മീയനല്ല, അല്ലെങ്കിൽ ദൈവം നിന്നോട് ദേഷ്യത്തിലാണ്, നീ ഒരു തോൽവിയാണ്. ഇങ്ങനെയുള്ള ചിന്തകളകത്തിടുമ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓ, ഞാനത് വിശ്വസിക്കുമ്പോൾ, ഞാൻ ആ ഒരു ചിന്തയെ നമ്മൾ അകത്തോട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഒരു ഫോൾസ് ഐഡന്റിറ്റി ക്രിയേറ്റ് ആവും. അകത്ത് നമ്മുടെ ഒരു ഇമേജ്, തെറ്റായ ഒരു ഇമേജ് മനസ്സിനകത്തുണ്ടാവും. ഓക്കെ, നമ്മുടെ ചിന്തകൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒത്തിരി പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഉദാഹരണം, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയിരിക്കുകയാണ്, വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ്, ഭക്ഷണത്തിനോട് വെയിറ്റ് ചെയ്തിരിക്കുക, ഭയങ്കരമായ വിശപ്പ്. പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. നിങ്ങൾ ഫോൺ എടുത്തപ്പോൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഭയങ്കരമായ ഒരു ദുരന്ത വാർത്ത, ഷോക്കിംഗ് ന്യൂസ് നിങ്ങൾ കേട്ടു. ഫോൺ കട്ട് ചെയ്തു. വിശപ്പ് തോന്നുമോ? സീരിയസ്ലി ഞാൻ ചോദിക്കുവാണ്. അതുവരെ നിങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ആ മൊമെന്റിൽ നിങ്ങൾ ആ ഇമോഷൻ മാറി മറ്റൊരിടത്തിലേക്ക് ഇമോഷൻ പോയപ്പോൾ നിങ്ങളുടെ വിശപ്പ് ഫിസിക്കലാണ്, ഭൗതികമായ വിശപ്പാണ്. പക്ഷേ മനസ്സിനകത്തുണ്ടായ വിഷമം ആ വിശപ്പിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ചിന്തയ്ക്കകത്ത് വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? ശരിയല്ലേ? പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് വന്നു. തോട്ട് ഇതുപോലെ ശത്രു നമ്മളകത്തിരുന്ന്, നീ ഒന്നിനും കൊള്ളത്തില്ല, നീ ഇന്നലെ വരെ നന്നായിട്ട് ജീവിക്കുന്നത് പ്രതിജ്ഞ എടുത്തല്ലേ, പെട്ടെന്ന് നീ വീണുപോയില്ലേ, ഇങ്ങനെ കുറ്റപ്പെടുത്തി വരുമ്പോൾ അത് നമ്മൾ വിശ്വസിച്ചാൽ, ശരിയാണല്ലോ നമ്മൾ എഗ്രി ചെയ്താൽ, ആ നിമിഷം നമ്മൾ ഡെസ്പാവും, നമ്മൾ അകത്ത് വേറൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ആവും, നമ്മൾ ദൈവത്തെ കാണുന്ന കാഴ്ചപ്പാട് മാറും. ഉദാഹരണത്തിന്, വൈകുന്നേരം ആയപ്പോൾ 7 മണിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇന്നൊരു 7 മണിയാകുമ്പോൾ വൈകിട്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഒരു 7 മണിക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിന് തൊട്ട് മുമ്പ് ആവശ്യമില്ലാത്തൊരു വഴക്കുണ്ടായി വിചാരിച്ചോ, ആരോടെങ്കിലും വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ കുറേ അനാവശ്യമായ വാക്ക് വായിൽ നിന്ന് വീണുപോയി. 7 മണിക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുമോ? നിങ്ങൾ ഇരിക്കാൻ പോകുമ്പോൾ മനസ്സ് പറയും, ഇനിയിപ്പോൾ എന്നാ പ്രാർത്ഥിക്കേ, ഇതെല്ലാം കാട്ടിക്കൂട്ട് എന്ത് പ്രാർത്ഥനയാ, ഇതൊക്കെ ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ നാളെ ആവട്ടെ. ഒരിക്കലും നീ പ്രാർത്ഥിക്കാൻ പോണില്ല. കാര്യം എന്നാ, നിൻ്റെ മനസ്സിനകത്തൊരു ഇമേജ് ഉണ്ടായി, ഞാൻ ഇപ്പം പ്രാർത്ഥിച്ച ആ റോഡ് ബ്ലോക്കാണ്, ദൈവത്തിന് മൂഡ് ഓഫായി, ദൈവം ഇനി മിണ്ടത്തില്ല, ഇനി പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല, അപ്പോൾ വേറൊരു ദിവസം ആവട്ടെ. ഇത് ശത്രുവിൻ്റെ ഒരു കള്ളത്തരവാണ്. ദൈവത്തിന് മൂഡ് ഓഫ് ഒന്നുമില്ല. ഹി ഓൾവേസ് ലവ്സ് യു. ഈ ഐഡന്റിറ്റി നമുക്ക് സെറ്റിലാണെങ്കിൽ നമ്മൾ പറയും, ഞാൻ അത് പറഞ്ഞു പോയി ശരിയാ, പക്ഷേ കർത്താവിനോട് ക്ഷമിക്കും, ഞാൻ ഇപ്പോൾ അപ്പൻ്റെ അടുത്ത് പോവും, അപ്പൻ്റെ അടുത്ത് പോയി എന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും. അത് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഉറച്ചു നിൽക്കുന്നതാണ്. ഇല്ല എങ്കിൽ ശത്രു പറഞ്ഞ ആ വാക്കിന് നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ശ്രദ്ധ കൊടുക്കും. ഈ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് എപ്പോഴും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, യേശു ഈ ഭൂമിയിലായപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ദൈവം പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും കേട്ടു, ശരിയല്ലേ? യേശുവിൻ്റെ ചെവിയിൽ ആ ശബ്ദം മുഴങ്ങി. അടുത്ത വചനം പറയുന്നത് മത്തായി 4 3 അവസാനത്തിൽ പറയുന്ന 4 ആദ്യം പറയുകയാണ്, പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ പോയപ്പോൾ ആദ്യത്തെ ചോദ്യം പിശാച് ചോദിക്കുവാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണോ? നീ ദൈവത്തിൻ്റെ പുത്രനൊക്കെ ആണോ? പിന്നെ നീ കല്ലൊന്ന് ടെസ്റ്റ് നോക്കിക്കേ, നിനക്ക് വിശക്കുന്നില്ലേ? നീ കല്ലിനൊന്ന് അപ്പമാക്കിക്കേ, നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണോ? നോക്കി, തൊട്ട് മുന്നേ ദൈവം പറയുവാണ്, ഇവരെൻ്റെ പ്രിയപുത്രൻ. പിശാച് പ്രിയ എന്ന വാക്കങ്ങ് മനഃപൂർവ്വം എടുത്ത് കളഞ്ഞു. പിശാചിന് അത് ഇഷ്ടമല്ല. പിശാച് ചോദിക്കുവാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണോ?
പ്രിയപുത്രൻ എന്നുള്ളതൊക്കെ പറയാൻ ഇഷ്ടമില്ല. പുത്രനാണോ? ശത്രു എപ്പോഴും നമ്മുടെ ഈ പ്രിയപ്പെട്ടവെന്ന വാക്കെടുത്ത് കളയാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പറയണം, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. അത് നിങ്ങളെ വളരെ ബലപ്പെടുത്തും. നിങ്ങൾ ചിന്തിക്കുമ്പോഴൊന്നുമല്ല, ഭയങ്കര സ്ട്രെങ്ത് വരും. എന്താണ്? എത്ര വലിയ പ്രശ്നം ഇരിക്കുമ്പോഴും, എത്ര മതി അനാവശ്യ ഒരു വാക്ക് അറിയാതെ വീണുപോയി വിചാരിച്ചോ, വഴക്കുണ്ടാക്കി വിചാരിച്ചോ, അടുത്ത നിമിഷം പറയേണ്ടത് ഞാൻ തോൽവിയാണ്. എത്ര പ്രാവശ്യം വിചാരിച്ചതാ, ഇനിയും പെട്ടുപോയല്ലോ എന്ന് പറയേണ്ടല്ല. ഐ ആം ദ ബിലവഡ് സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്. അത് വെറുതെ കള്ളം പറയുന്നതല്ല, ദൈവത്തിന് എഴുതപ്പെട്ട വചനമാണ്. ഇത് നീ പറയും തോറും നിൻ്റെ ലൈഫിൽ ഐഡൻറ്റിറ്റി മാറാൻ തുടങ്ങും, നിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങും, ക്യാരക്ടർ എല്ലാം മേഖലയിൽ മാറ്റമുണ്ട്. ശത്രു ആഗ്രഹിക്കുന്നില്ല, ശത്രു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവിടെ ചോദിക്കുവാണ്, നീ ദൈവത്തിൻ്റെ മകനാണോ? ടെസ്റ്റ് ചെയ്യ്, നീ ശരിയാണോ നോക്ക്. തൊട്ട് മുന്നേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതേ ഉള്ളൂ. ആ യേശു കർത്താവ് ശത്രുവിനോട് പറയുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. മത്തായി 4:4 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായുന്ന വചനം കൊണ്ടും ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്ന് വെച്ചാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം എടുത്തുകൊണ്ട് ആ ടെംപ്റ്റേഷനെ, ആ പ്രലോഭനത്തെ യേശു അതിജീവിച്ചു. എന്ന് വെച്ചാൽ പിശാചി പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണോ? ടെസ്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ പറയുവാണ്, ഞാനിപ്പോൾ വിശക്കുന്നു എന്നുള്ളത് ദൈവപുത്രനാണോ അല്ലെന്നുള്ളതിൻ്റെ തെളിവല്ല. തെളിവെന്താ? എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇപ്പൊ എൻ്റെ സാഹചര്യമല്ല എൻ്റെ തെളിവ്. അയ്യോ, നീ കടഭാരത്തിലാണല്ലോ, അപ്പൊ നീ ദൈവത്തിൻ്റെ പുത്രനാണോ? ദൈവം എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ കടഭാരത്തിലാണോ, ബുദ്ധിമുട്ടിലാണോ, രോഗത്തിലാണോ, പ്രയാസത്തിലാണോ എന്നുള്ളതല്ല തെളിവ്. എഴുതപ്പെട്ട വചനം പറയുന്നു, ഐ ആം ദ സൺ ഓഫ് ഗോഡ്, ഐ ആം ദ ബിലവഡ് സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ശത്രുവോട് സംസാരിക്കേണ്ട എങ്ങനെയാ? എഴുതപ്പെട്ടിരിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ദൈവപുത്രനായിരിക്കാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. റോമൻ പറയുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തോട് ആത്മാവോട് ചേർന്ന്, പരിശുദ്ധമോട് ചേർന്ന് സംസാരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്. അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാൻ അധികാരം ലഭിച്ച, അവകാശം ലഭിച്ച മകനാണ്. ഹല്ലേലൂയ. നമ്മൾ നിസാരെന്ന് വരും, പക്ഷെ ഇത് വളരെ പവർഫുൾ ആണ്. കാരണം ശത്രു എപ്പോഴും നമ്മൾ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുവാൻ, നമ്മളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയണം, ചുമ്മാ ഇരിക്കുമ്പോൾ പറയണം, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ഐ ആം ദ ബിലവഡ്. ഹല്ലേലൂയ. ഒരു 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കണം, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ പറ്റും. ലൈഫിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ അറ്റ്മോസ്ഫിയർ തന്നെ ഷിഫ്റ്റ് ചെയ്യണത് കാണാൻ പറ്റും. ഹല്ലേലൂയ. കാരണം എന്താ? അത് വെറുതെ പറയുവല്ല, ഇറ്റ് ഈസ് ദ റിയൽ ട്രൂത്ത്. സത്യം അതാണ്. ചുറ്റുമുള്ള സാഹചര്യം വളരെ മോശമായിരിക്കും, പ്രയാസമായിരിക്കാം, പക്ഷെ അതിന് നടുവിലും സത്യത്തെ കൊണ്ടുവരുമ്പോൾ, ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഈ ഫാക്റ്റുകൾ, കാണുന്ന സാഹചര്യങ്ങളെല്ലാം ശരിയായിരിക്കാം, അതെല്ലാം റിയലാണ്, പക്ഷെ അതിൻ്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താ? കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യമായ ട്രൂത്ത് പറയുന്നു, സത്യം പറയുന്നു. സത്യവും ഈ വാസ്തവം എന്ന വ്യത്യാസമുണ്ട്. വാസ്തവം എന്ന് പറയുമ്പോൾ ഫാക്റ്റുകളാണ്. ഇപ്പോൾ രോഗം ഇരിക്കുന്നു, ശരിയാ, അത് നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. രോഗമുണ്ടെന്ന ഒരു ഫാക്റ്റ് തന്നെയാണ്, ശരിയാണ്. പക്ഷെ അതിനേക്കാൾ റിയൽ ഗ്രേറ്റർ ട്രൂത്ത് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ സത്യം പറയുന്നു, യു ആർ ഹീൽഡ്, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന രോഗത്തെ ഡിനൈ ചെയ്യല്ല, ഇല്ലാന്ന് വിചാരിക്കുകയല്ല, അതിനേക്കാൾ മുകളിൽ ഒരു വലിയ സത്യത്തെ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ചെറുതിനെ, ഈ നിസ്സാരമായ താൽക്കാലികമായതിൻ്റെ പുറത്ത് നിത്യമായ ഒരു സത്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി അതിനെ കവർ ചെയ്ത് വരും, അതിൻ്റെ മുകളിൽ വരും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചെറിയ നിയമങ്ങൾ അതിൻ്റെ മേൽ വലിയ നിയമം വരുമ്പോൾ മാറിക്കൊടുക്കും. സാധാരണഗതിയിൽ നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരും. അവിടെ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ലോ, ഒരു ഗുരുത്വാകർഷണ നിയമമുണ്ട്, അല്ലെ? ഒരു നിയമമാണ്, അത് ലോ ആണ്. പോയാൽ തിരിച്ചു വരും. എന്നാൽ ഒരു ചെറിയ കല്ല് മുകളിൽ പോയി താഴെ വരും. എന്നാൽ ആയിരങ്ങളെ ചുമന്നുകൊണ്ടുവന്ന വലിയ ഫ്ലൈറ്റ് അതേ സ്ഥലത്ത് ഉയർന്നു പൊങ്ങിയിട്ട് താഴെ വരുന്ന കാണാൻ പറ്റില്ല, അത് ഇങ്ങനെ പറക്കുന്ന കാണാൻ പറ്റും. കാരണം അവിടെ മറ്റൊരു ഗ്രേറ്റർ ലോ ഓഫ് എയ്റോഡൈനാമിക്സ്. അതെന്തുവാ? ഈ ഭൂഗുരുത്വാകർഷണ ബലത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ശക്തി അതിനെ പുള്ളി ചെയ്ത് മുകളിലേക്ക് പോകുന്ന പോലെ ഫെയ്ത്ത് എന്ന് പറയുന്നത് മറ്റൊരു ലോയാണ്. ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വിശ്വാസം, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണത്. അത് ഗ്രേറ്റർ ഡയമെൻഷൻ. അതായത് മനുഷ്യൻ കാണുന്നത് വിധിക്കുമ്പോൾ കാണാത്ത ലോകത്തെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് ഫെയ്ത്ത്. കാണുന്ന സാഹചര്യം പറയും നമുക്ക് പ്രശ്നമാണ്, രോഗമാണ്, പ്രയാസമാണ്, പക്ഷെ അതിനപ്പുറമായി ഞാൻ പറയും, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്വവണ്ണം പൂർണ്ണമായും തീർത്തു തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ഞാൻ സംസാരിക്കുമ്പോൾ അത് ഗ്രേറ്റർ ഡയമെൻഷനാണ്.
ഹല്ലേലൂയ. അത് മനുഷ്യ ബുദ്ധിക്ക് ഈ ലോകത്തിന്റെ PhD-കാരന് ചിലപ്പോൾ അത് ഫൂളിഷ്നെസ് ആയിട്ട് തോന്നും, അത് മണ്ടത്തരമായിട്ട് തോന്നും. പക്ഷെ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് അതിന് വളരെ വാല്യൂ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് ഡൗട്ട് കൊണ്ടുവന്നിട്ടാണ്. നീ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളതാണ്. നമ്മൾ പ്രതികരിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എഴുതപ്പെട്ട വചനവുമായിട്ട് വേണം നമ്മളതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ തന്നെ പലരും വളച്ചൊടി സംസാരിക്കാറുണ്ട്. ശത്രു അങ്ങനെ ചെയ്തു. 91 സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും. പിശാച് ആ വാക്യത്തെ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ദൈവത്തെ തന്നെ പരീക്ഷിക്കുവാനായിട്ട് പറയുക. നീ ഒന്ന് ദൈവത്തെ പരീക്ഷിച്ച് നോക്ക്, ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഈ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. പലപ്പോഴും നമ്മൾ ചില വചനങ്ങളെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ എടുത്തിട്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അല്ലാതെ എടുത്തിട്ട് വളച്ചൊടിച്ച് പലപ്പോഴും പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ശത്രു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ യേശു പറയുവാണ്, അങ്ങനെ മാത്രമല്ല ഇങ്ങനെയും എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുള്ളത്, ദൈവം എന്തിനാണ് എഴുതിയെന്നുള്ള കോണ്ടെക്സ്റ്റിൽ മനസ്സിലായിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, അതിനെ സ്വീകരിക്കാൻ. ഹല്ലേലൂയ. ആ വചനത്തെ വളച്ചൊടിച്ച് പറഞ്ഞപ്പോൾ യേശു അതിനെ കൗണ്ടർ ചെയ്യുന്നത്, അങ്ങനെ മാത്രമല്ല ഇങ്ങനെയും എഴുതിയിരിക്കുന്നു, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞുകൊണ്ട് യേശു സംസാരിക്കും. യേശു പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നും എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ശത്രു നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ തോട്ട്സ് ഇട്ടുകൊണ്ടേയിരിക്കും, ചിന്തകൾ നൽകിക്കൊണ്ടേയിരിക്കും, തെറ്റായ ഒരുപാട് ചിന്തകൾ നൽകിക്കൊണ്ടിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ചിന്തകൾ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും. വചനം പറയുന്നതാണ്, പിശാചിനെ കുറിച്ച് പറയുന്നത്, അവൻ അക്യൂസർ ഓഫ് ദ ബ്രദർ എന്നാണ്, സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നവനെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ ചിന്ത കൊണ്ടിരിക്കുമോ, നീ മോശക്കാരനാണ്, നിന്നെ കഴിയത്തില്ല, നീ ഇങ്ങനെയല്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഇതൊരിക്കലും പരിശുദ്ധാത്മാവിന്റെ വോയിസ് അല്ല. ഹല്ലേലൂയ. അയ്യോ, ദൈവം എന്നോട് എൻ്റെ പാപങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നതാണ് വിചാരിക്കരുത്. അല്ല. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ഒരാളെയും പാപങ്ങളെ ഓർമ്മിപ്പിക്കാനല്ല, അവൻ ആരാണ്, ദൈവം അവനെ എങ്ങനെ കാണുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. അത് ഏതൊരു വ്യക്തിയെടുത്ത് പോയപ്പോഴും അവൻ്റെ പേര് വിളിച്ചു, സ്വർഗം എങ്ങനെ അവനെ കാണുന്നു അങ്ങനെയാണ് കണ്ടത്. ആ വിളിയിലാണ് അവനെ തിരിച്ച് റിസ്റ്റോർ ചെയ്യാനായി കഴിഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും പിശാചല്ലാതെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, എപ്പോഴും ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് വേദനിപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല. ചില ആളുകൾ, ചില മനുഷ്യർ, നമ്മുടെ ബന്ധങ്ങളാവാം, സുഹൃത്തുക്കളാവാം, നമ്മളെപ്പോഴും പഴയത് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും. അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമോ? എപ്പോഴും കുറ്റപ്പെടുത്തലേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു വേദനയായിരിക്കും. നമ്മളകത്ത് ഇങ്ങനെ ഇട്ട് മാന്തി പൊളിക്കുമ്പോൾ ഒന്നും ഒരു മുറിവ് ഇങ്ങനെ ഒന്ന് കരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ ഒരു പാട പോലെ ഒരു നമ്മൾ ഇളക്കി വിടും പോലെയാണ്, വീണ്ടും അതൊന്നേന്ന് കരിയാണ്. ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ തോട്ട്സാണ്. അതിനൊറ്റ മരുന്നേ ഉള്ളൂ, ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നു, അത് വിശ്വസിക്കുക, അതിനെ മാത്രം സംസാരിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ മാറുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. കാരണം എറ്റേണൽ ട്രൂത്ത്, നിത്യമായ സത്യം, എഴുതപ്പെട്ട വചനം പറയുന്നു, യു ആർ ബിലവഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്. എന്ന് ഉറക്കെ പറയൂ, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അത് ഹൃദയത്തിനകത്തുനിന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ്, ഇവിടെ പ്രിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. കാര്യം എന്നറിയാമോ, ഇതിനകത്തൊരു വലിയ സന്തോഷമുണ്ട്. ശത്രു ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ശത്രു അപ്പം പറയും, നീ എന്തോ പറയാൻ പോണേ, പ്രിയപ്പെട്ടെന്നോ? ഇന്നലെ നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയേ, ഇന്നെന്തൊക്കെയാ ചെയ്ത് കൂട്ടിയേ? എടാ, ഞാൻ എന്ത് ചെയ്ത് കൂട്ടിയെന്ന് നോക്കിയിട്ട് സ്നേഹിക്കുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ടാകും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ഞാൻ നിത്യമായും അവൻ്റെ സ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്. അത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സ്നേഹത്തിന് മാത്രമേ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളെ മാറ്റുവാൻ അതിന് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റൊന്ന്, ഇനി നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കരുത് നമ്മുടെ ബേസ്. ഉദാഹരണത്തിന്, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു, എത്ര ഉപവസിക്കുന്നു, എത്ര അത്ഭുതങ്ങൾ ഞാൻ കണ്ടു, എത്ര മിനിസ്ട്രി എനിക്ക് വലുതായി, ഞാൻ എത്ര കൊടുത്തു, എത്ര പേരോട് സുവിശേഷം പറഞ്ഞു, ഇതൊന്നും ആകരുത് നമ്മുടെ ഐഡൻറ്റിറ്റി. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു? യേശുവിനോട് പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. 30-ാമത്തെ വയസ്സിലാണ് പറഞ്ഞത്. യേശു അതുവരെ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു, എത്ര സൗഖ്യം നടത്തി, എത്ര രോഗികളെ സൗഖ്യമാക്കി, എത്ര അടുത്ത് ശുശ്രൂഷിക്കാനായിട്ട് പോയി. യേശു ആകെ ചെയ്ത്, എനിക്ക് തോന്നുന്നു, തൻ്റെ അപ്പൻ്റെ കൂടെ
കാർപ്പൻറ്റർ ജോലിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാർപ്പൻട്രി, ആശാരിപ്പണി അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ. 30 വയസ്സായി. 30 വയസ്സായപ്പോൾ ആ യോർദാനിൽ സ്നാനമേറ്റ് കയറി, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോഴേ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നോക്കിയിട്ടല്ല സ്വർഗം നിന്നെ സ്നേഹിച്ചത്. സ്വർഗം നിന്നെ സ്നേഹിക്കുന്നറിയുന്ന നിമിഷമാണ് നിനക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു നീ. ഹല്ലേലൂയ. അതായത് ഞാൻ കുറേ പ്രസംഗിച്ചു, കുറേ പ്രാർത്ഥിച്ചു, അപ്പോൾ എന്നെ ദൈവം സ്നേഹിക്കും. ഇതാണ് നിന്റെ മെന്റാലിറ്റി എങ്കിൽ ഒരു കാലത്ത് നീ ആ സ്നേഹത്തെ അനുഭവിക്കാൻ പോണില്ല. പക്ഷേ നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതിൽ നിന്നാണ് നീ ശുശ്രൂഷിക്കാൻ തുടങ്ങിയെങ്കിൽ അവിടെ ശുശ്രൂഷ ഉണ്ട്. കാരണം എന്താ? നീ ശുശ്രൂഷിച്ചാലും നീ ചെയ്താലും ഇല്ലേലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ നിനക്കും അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, നിനക്ക് കൊടുക്കുവാനായി കഴിയും. കാര്യം എന്നാ? ഇത്രമാത്രം പ്രശ്നക്കാരനെ എന്നെ ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇവരെയൊക്കെ എത്രമാത്രം സ്നേഹിക്കണം. ഹല്ലേലൂയ. യേശു പറഞ്ഞ വാക്കുണ്ട്, അധികം ക്ഷമിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. അല്ലേ? ആണോ? അങ്ങനെയല്ലേ? അധികം ക്ഷമിച്ച് കിട്ടിയവൻ. നിങ്ങൾക്ക് ക്ഷമിച്ച് കിട്ടിയിട്ടില്ല? ക്ഷമിച്ച് കിട്ടിയിട്ടില്ല? ഞാൻ അതിനെ റീഫ്രെയിം ചെയ്യുന്ന പറയും, അധികം ക്ഷമിച്ച് കിട്ടിയെന്ന് അറിയുന്നവൻ അധികം സ്നേഹിക്കും. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല നമുക്ക് എത്രമാത്രം ക്ഷമയാണ് ലഭിച്ചിരിക്കുന്നതെന്ന്. നമ്മളത് അറിയുമ്പോഴാണ് നമുക്ക് അധികം സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നത്. ഹല്ലേലൂയ. അധികം ക്ഷമിച്ച് കിട്ടുന്നവൻ അധികം സ്നേഹിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് ഈ തോട്ട്സ് വരുമ്പോൾ നമ്മൾ എന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐഡന്റിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് തീരുമാനിക്കരുത്. പകരം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, അതിൽ നമ്മൾ അലൈൻ ചെയ്യുക. യോഹന്നാൻ 1:12 പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. എഫേസ്യൻസ് 1:6 പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവം എന്നെ തൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്തിരിക്കുകയാണ്. റോമൻസ് 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. യിരെമ്യാവ് 31:3 പറയുന്നു, നിത്യമായ സ്നേഹത്താൽ ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മോട് പറയുകയാണ്, ഇതിലായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി. ഇന്ന് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു, അയ്യോ ഇന്നലെ പ്രാർത്ഥിക്കാൻ വിട്ടുപോയി, അപ്പം സ്നേഹം കുറഞ്ഞു. ഇങ്ങനെ ഗ്രാഫ് അനുസരിച്ചല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, നിത്യമായ സ്നേഹത്താൽ. അപ്പോൾ എപ്പോഴും ദൈവത്തിന് നിങ്ങളെ നോക്കുമ്പോഴുള്ള പോസ്റ്റർ എങ്ങനെയാണ്? ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമോ? ഇടയ്ക്ക് ചിരിക്കും, പോയി തെറ്റിച്ച്, ഇങ്ങനെ 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 ആകുമോ? ഇല്ല. നിത്യസ്നേഹത്താൽ, എറ്റേണൽ ലവ്. ഹല്ലേലൂയ. നിത്യമായ എന്തുവാ? നിത്യമായ സ്ഥിരമായ സ്നേഹത്തെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ തെറ്റുകൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല, കറക്റ്റ് ചെയ്യാറുണ്ട്, നമ്മളെ ബലപ്പെടുത്താറുണ്ട്, പിക്ക് ചെയ്യാറുണ്ട്. പക്ഷെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കാറില്ല. ഹല്ലേലൂയ. ഇനി വളരെ വേഗത്തിൽ ഈ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. ഐഡന്റിറ്റി അറ്റാക്ക് ചെയ്യുന്ന ഓരോ അറ്റാക്കുകളെയും എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, ആദ്യം എനിമി പറയുന്ന കള്ളത്തെ മനസ്സിലാക്കുക. ഫസ്റ്റ്, ഐ ആം റിജക്റ്റഡ്. എന്നെ ചിലർ പറയില്ലേ, ചിലർക്ക് പറയാൻ ഒരു സുഖമാണ്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ട. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് പറയും? എന്നെ ആർക്കും വേണ്ട, എനിക്കും ആരെയും വേണ്ട. ചില അങ്ങനെ, എന്നെ ആർക്കും വേണ്ട, എനിക്കും ആരെയും വേണ്ട. നിങ്ങളല്ല കേട്ടോ. ചിലർ പറയും, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും ഒന്നിനും കൊള്ളത്തില്ല, ഐ ആം യൂസ്ലെസ്. അങ്ങനാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ദൈവം പോലും എന്നെ തള്ളിക്കളഞ്ഞു, ദൈവത്തിന് പോലും എന്നെ വേണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. നിങ്ങളോടല്ല പറഞ്ഞിട്ടുള്ളവരോടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് എന്നെ ദൈവത്തിന് പോലും വേണ്ട. അല്ലെ ദൈവം ഇങ്ങനെയൊക്കെ അനുവദിക്കുമോ? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്നാ ഇത്രയും ശോധന, ഇത്രയും പരീക്ഷ? ചിരിക്കുന്നത് അമ്മയോടെ ചിരിക്കുക. അമ്മ ഒരിക്കലും ഇതൊക്കെ ഞാൻ പറയുന്നത് എങ്ങനെ ദൈവം അറിയുന്നതെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ലൈഫിനകത്ത് ചിന്തിച്ചിട്ടുണ്ടാവും. ഒരിക്കലേ മറ്റൊരു സമയം നമ്മളെല്ലാവരും ചിന്തിച്ച കാര്യമാണ് ഇതൊക്കെ. ദൈവം എന്തിനാ എന്നെ തള്ളിക്കളഞ്ഞോ? ദൈവത്തിന് പോലും എന്നെ വേണ്ടേ? ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ആളായിരുന്നല്ലോ, അപ്പുറത്തെ വീട്ടിൽ പള്ളിയിൽ പോലും പോകാത്ത ഇതിനേക്കാളും സന്തോഷം ജീവിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ചിന്തിച്ചിട്ടില്ലേ? ഒത്തിരി ചിന്തകൾ. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ശത്രു നമ്മുടെ അകത്തൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കും. ഐഡന്റിറ്റി മീൻസ് തെറ്റായ ഒരു കള്ള മുഖംമൂടി നമുക്ക് തരാൻ ശ്രമിക്കും. നീ ഇങ്ങനെയാണ്, നിന്നെ കൊണ്ട് ദൈവം ഇങ്ങനെ, നിന്നെ എന്താ പറയുക, ദൈവം നിന്നെ വിട്ടേച്ച് പോയിരിക്കുവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അകത്തൊരു ഇടുമ്പോൾ, ഒരു കള്ളം ഇടുമ്പോൾ, അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സത്യം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? സത്യം അറിയണം. അതിനാണ് നമ്മൾ സത്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സത്യമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, നിത്യസ്നേഹത്താൽ
ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കും, ദൈവം എന്നെ സ്നേഹിച്ചിരിക്കും. അതൊരു സത്യമാണ്. ആ സത്യം നമുക്ക് വളരെ സ്വാതന്ത്ര്യം തരും, ലിബറേഷൻ തരും. നിങ്ങളുടെ നാവുകൊണ്ട് എന്നെ പറയണം. കാരണം നിങ്ങൾ 100 കണക്കിന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദൈവം എന്നെ വേണ്ട, ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ? 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം പറയുവാണ്, 1001 പ്രാവശ്യം പറയണം ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണെന്ന്. എനിക്ക് പ്രശ്നം മാറി കിട്ടും. അങ്ങനെ പറയാൻ മാറും. ബൈബിളിൽ തന്നെ ഉദാഹരണമുണ്ട്. എന്നെ ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ചതും ഈ ചിന്തയിൽ കൊണ്ടുവരാൻ കാരണം തന്നെ അത് തന്നെയാണ്. നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവം ഇനി ഇത്രയും പ്രാവശ്യമൊക്കെ മിണ്ടത്തില്ല. അത് പ്രിയരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശു ഈ ഭൂമിയിലാണ് അപ്പോൾ 12 പേരെയാണ് കൂടെ നടക്കാൻ വിളിച്ചത്. വെറും 12 പേരെ. 12 പേരെ വളരെ പ്രാർത്ഥിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് രാവിലെ പോയി 12 പേരെ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 12 പേരെ സെലക്ട് ചെയ്ത് ദൈവം യേശുവിന് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? പിതാവായ ദൈവം കൊടുത്ത മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഏറ്റവും മനോഹരമായിട്ടാണ് 12 പേരെ സെലക്ട് ചെയ്തത്. ഓക്കെ, അതിനകത്ത് പലതരത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ചിലർ എടുത്തുകേട്ടക്കാരന്മാരുണ്ടായിരുന്നു, അല്ലേ? ഒന്ന് പറഞ്ഞാൽ അടുത്തിന് വെട്ടുന്നവരുണ്ടായിരുന്നു, ചാടിക്കയറി മറുപടി പറയുന്നത്, പലതരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ചിലരാണെങ്കിൽ ഉള്ള പൈസ ഇത് മോഷ്ടിക്കുന്നവരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കാരണം യൂദ ട്രഷറായിരുന്നു. ട്രഷറായിരുന്നു, പൈസ കൈയിട്ട് വരിക്കൊണ്ടിരുന്നത്. അത് കർത്താവ് അറിയാമായിരുന്നു. എന്നിട്ട് തന്നെ അവൻ എന്ത് ചെയ്തു? പണസഞ്ചി ഏൽപ്പിച്ചു. അപ്പോൾ 12 പേര് കർത്താവ് വിളിച്ചപ്പോൾ ഇവരെന്തൊക്കെ ചെയ്യുമെന്നും എങ്ങനെ ആയിരിക്കുമെന്നും ഇപ്പോൾ എന്താണെന്നും ദൈവത്തെ എന്ത് ചെയ്യാം? നന്നായിട്ടറിയാമായിരുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചപ്പോഴും നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ദൈവം നന്നായിട്ട് അറിയാമായിരുന്നു. അറിയാം നമ്മൾ നാളെ എന്ത് ചെയ്യുമെന്നും ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതെന്നും. ഹല്ലേലൂയ. ഇനി കൂടെ കൊണ്ടു നടന്ന് ഒരു 3 പേരെ പ്രത്യേകിച്ച് കൊണ്ടു നടന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഒരു കോർ ടീം. എവിടെ പോയാലും കൊണ്ടുപോകും. ഓക്കെ, ഒരു മരിച്ച വീട്ടിൽ പോയി ഉയർപ്പിക്കാൻ പോയാൽ ഇവർ 3 പേര് മാത്രമേ അകത്ത് പോകുന്നത്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. യേശുവിൻ്റെ എല്ലാ അത്ഭുതങ്ങളുടെയും സാക്ഷി അവരാ. മാറോട് ചേർന്നിരിക്കാൻ പോലും അനുവാദമുള്ള, അല്ല അനുവാദം തന്നെ, അനുവാദം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുത്ത ആൾക്കാരായിരുന്നു. ഓക്കെ, ഇനി യേശുവിനോട് ചോദിക്കും, പത്രോസ് പറയും, യേശുവേ ഞാൻ അങ്ങോട്ട് വരട്ടെ ചോദിച്ചാൽ യേശു പറയും, വാ. കടലിൽ നടക്കാനുള്ള അനുവാദം വരെ കൊടുത്തു. ആ പത്രോസ് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഒരു ദിവസം യേശുവിന് പറഞ്ഞു, യേശുവേ ഇവന്മാരെല്ലാം ചിലവൻ പോയേക്കാം, ഇവരൊക്കെ ഇട്ടേച്ചിട്ട് പോവാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ പോവില്ല. യേശുവിന് നമ്മൾ ചിലപ്പോൾ പ്രോമിസ് കൊടുക്കില്ല, കർത്താവേ 2025 പോട്ടെ, 26 സൂപ്പറായിരിക്കും. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ? ഇങ്ങനെ വാക്കുകൊടുക്കുന്നവരുണ്ട് ദൈവത്തോട്. എന്താണ് 2000 ഇതൊന്നും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കറക്റ്റ് ചെയ്യുവാണ്. 26 ഞാൻ സൂപ്പറായിരിക്കും. 25 വരെയുള്ള പോട്ട് കണക്ക്, പഴയ കണക്ക് നമ്മൾ കളയാം. ഇനി ആരൊക്കെ തെറ്റിയാലും 26 ഞാൻ സൂപ്പറായിരിക്കുമെന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കും. അതുപോലെ പത്രോസ് പറഞ്ഞ് ഒരു ദിവസം പറയാണ്, എല്ലാം നിർത്തിക്കൊണ്ടാണ് പറയണേ. അവർ ആലോചിക്കുക, അവരുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. ഇവന്മാരെല്ലാം പോയാലും ഞാൻ നിന്നെ ഒരിക്കലും വിട്ടേച്ച് പോകത്തില്ല, നീ എഴുതി വെച്ചോ, കുറിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് വീമ്പ് പറഞ്ഞ ആളാണ്. അപ്പം കർത്താവ് പറഞ്ഞു, മോനെ നീ കോഴി കൂണിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് എനിക്ക് അറിയാഞ്ഞിട്ടാണ്, അറിയാം, എന്നിട്ടാണ് നിന്നെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഇത്രയും കാലം കൊണ്ടു നടക്കുമ്പോഴൊക്കെ എനിക്കിത് അറിയാം. സ്റ്റിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു, കൂടെ കൊണ്ടു നടക്കുന്നു. പിശാച് തന്നെ പാറ്റിക്കളയാൻ ശ്രമിച്ചിട്ട് ഞാൻ അനുവാദം കൊടുത്തില്ല എന്ന് യേശു പറയുന്നു. അത്രമാത്രം നിന്റെ വിശ്വാസം പോകരുത് എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൂടെ കൊണ്ടു നടക്കുക. പക്ഷെ പത്രോസ് വിചാരിച്ചു ഞാൻ ഭയങ്കര സംഭവമാണ്. അങ്ങനെ നടന്ന പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എന്താ പറയുന്നറിയാവോ? യേശുവോ? ഏത് യേശു? എനിക്കറിയുന്നും കൂടെ. നീ ആ യേശുവിനോടുള്ള ആളല്ലേ? ഇങ്ങനെ യേശുവാ? അതും തോന്നുന്നു എനിക്കറിയുന്നും കൂടെ. ഏത് യേശു എന്ന് പറഞ്ഞ് പ്രാഗി ശാപിച്ച് 3 പ്രാവശ്യം അങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അവൻ്റെ ഉള്ളിനുള്ളിൽ ഭയങ്കര വേദനയാണ്. ഭയം കൊണ്ടാണ് പറയാത്തത്. കാരണം പിടിച്ച് തല കെട്ടിക്കുന്നുള്ള പേടി കൊണ്ട് ഭയന്നിട്ട് എന്ത് പറഞ്ഞു? യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞ് തുപ്പി കാറി എങ്ങ് നടന്ന മനുഷ്യൻ കുറച്ച് കഴിഞ്ഞ് ഭയങ്കര വിഷമമായി. ഓഹ്, എൻ്റെ കർത്താവ് ഞാൻ ഒറ്റ കൊടുത്തല്ലോ, 3 പ്രാവശ്യം തള്ളി പറഞ്ഞല്ലോ, ഞാൻ എന്നതൊക്കെ പറഞ്ഞ നേരത്തെ. നീ എല്ലാവരും പോയാലും പോകത്തില്ല. കുറ്റബോധത്തിൻ്റെ അങ്ങ് അറ്റത്തിൽ നിൽക്കുക. ഒരു വാക്ക് ആരെങ്കിലും ഒന്ന് പറയുന്ന നോവിച്ചാൽ ചിലപ്പോൾ കടലിൽ ചാടിച്ചാവും. ആ വേദന നിൽക്കുക. ആ മനുഷ്യൻ്റെ വേദന നന്നായിട്ട് ആർക്കും അറിയാം? യേശുവിനും അറിയാം. യേശു ഒന്ന് തിരിഞ്ഞ് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത് കണ്ടപ്പോൾ അവൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടി. അവൻ്റെ അകത്ത് എല്ലാ കുറ്റപ്പെടുത്തലും ഉണ്ട്. ഇനി ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യും? അവന്മാർ പറയില്ല, നീ വലിയ വമ്പ് പറഞ്ഞല്ലേ, നമുക്കിങ്ങനെ തോന്നലുണ്ടായിട്ടില്ലേ, നമ്മൾ ദൈവത്തിന് വാക്ക് കൊടുത്തതല്ലേ, വാക്ക് പറഞ്ഞിട്ട് തെറ്റിപ്പോയില്ലേ, അപ്പോൾ ഇനി ദൈവം എന്നായിരിക്കും ചെയ്യാൻ പോണേ? പ്രിയരെ, അങ്ങനെ പറഞ്ഞിട്ട് പോയ പത്രോസിനെ കാണാൻ യേശു തിരിച്ചു വന്നു. പത്രോസിനെ വിളിച്ചു. പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട്, ഇങ്ങ് വാടാ,
നീ എന്നടാ പറഞ്ഞ അന്ന് എന്നല്ല ചോദിച്ചേ. അതാണ് പ്രിയരെ നമ്മുടെ ചിന്തയ്ക്കകത്ത് മാറ്റം ഉണ്ടാവേണ്ടത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഡയറിയിൽ എഴുതി വെച്ചിട്ട് തെറ്റിപ്പോയാൽ പിന്നെ ദൈവം നമ്മൾ മിണ്ടൂല. നമ്മൾ വലിയ വാക്കുകൾ കൊടുത്തിട്ട് പിന്മാറിപ്പോയാൽ, ഒരാഴ്ച പള്ളിയിൽ പോയിട്ട് പിന്നെ ഒരാഴ്ച പോകാതിരുന്ന ദൈവം പിന്നെ മിണ്ടൂല. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ആ ദൈവത്തിൻ്റെ സൈഡിൽ നോക്കിയേ, യേശു ആ പത്രോസിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. പത്രോസ് അടുത്ത് വന്നിട്ട്, പത്രോസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നോ? പത്രോസ് വിചാരിക്കണം എന്നാ പറ്റി, യേശു മറന്നുപോയോ പഴയ കാര്യമൊക്കെ, ഒന്നും ചോദിക്കുന്നില്ലല്ലോ. പത്രോസിൻ്റെ അകത്ത് വെങ്ങിപ്പൊട്ടിരിക്കുന്ന സാധനമായിരുന്നു. പത്രോസിനോട് അഥവാ യേശു ഒന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ചില പത്രോസ് അതോടെ തീർന്നു പോയാണ്, നശിച്ചു പോയാണ്. പക്ഷേ യേശു പറഞ്ഞു, പത്രോസേ, നിനക്കെന്നോട് ഇഷ്ടമുണ്ടോ? ഡു യു സ്റ്റിൽ ലവ് മീ? ഇപ്പോഴും നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പത്രോസ് പറഞ്ഞു, ഇഷ്ടമാണ് കർത്താവേ. തൊട്ട് മുമ്പ് എന്നാ പറഞ്ഞേ? ഈ യേശുവിനെ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന നാവ് കൊണ്ട് യേശു പറയിച്ചു ഇഷ്ടമാണ്. വീണ്ടും ചോദിച്ചു ഇഷ്ടമാണോ എന്ന്. അപ്പോഴും പറഞ്ഞു ഇഷ്ടമാണ്. വീണ്ടും ചോദിച്ചു ഇഷ്ടമാണോ? അപ്പോഴും പറഞ്ഞു ഇഷ്ടമാണ്. എന്നാ കാര്യം പ്രിയരെ? 3 പ്രാവശ്യം ഏത് നാക്കുകൊണ്ടാണോ ആ മനുഷ്യൻ അറിയത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് യേശു പറയിച്ചു എനിക്ക് ഈ യേശുവിനെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. നമ്മുടെ നാവ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ മാറ്റും. വചനം പറയുന്നു, ജീവന്റെയും മരണത്തിൻ്റെ അധികാരം നാവിന് തമ്മിലിരിക്കുന്നു. നീ ഒരിക്കലും ഞാൻ ഗുണം പിടിക്കത്തില്ല, എൻ്റെ മക്കൾ ശരിയാകത്തില്ല, എൻ്റെ ഭർത്താവ് അതാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് നിനക്ക് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. നിനക്ക് പറയാം, എൻ്റെ മക്കൾ ഒരു അനുഗ്രഹമാണ്, എൻ്റെ ഭാര്യ എൻ്റെ വീടിനകത്ത് അനുഗ്രഹമാണ്, എൻ്റെ ഭർത്താവ് ഒരു അനുഗ്രഹമാണ്, ഞാനൊരു അനുഗ്രഹമാണ്, ദേശം ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുന്നവനാവും. നാവ് കൊണ്ട് നീ വെറുതെ അല്ല പറയുന്നത്, നിന്റെ നാവിന് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നീ പറഞ്ഞു നോക്ക്. ഇച്ചിരി പാടാ, നമ്മളെനിക്ക് എളുപ്പം ഇല്ല. പറഞ്ഞു നോക്ക്, കാണുന്ന സാഹചര്യങ്ങളെല്ലാം മാറുന്നു കാണാൻ പറ്റും. കാരണം ദൈവം നമുക്ക് അത്രമാത്രം അധികാരം തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മൈക്രോ ഓർഗാനിസം മുതൽ വലിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും ദൈവം വാക്കുകൊണ്ടുണ്ടാക്കിയെങ്കിൽ അതേ ദൈവത്തിന് DNA ഉള്ള മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും വാക്കുകൾ കൊണ്ടാണ് സൃഷ്ടിക്കേണ്ടത്. അതേ വാക്കുകൊണ്ട് നമ്മൾ എന്തെല്ലാം ശാപവാക്കാ പറയുന്നത്. നന്നാകത്തില്ലടാ, കൊള്ളത്തില്ലെന്ന്, മുടിഞ്ഞു പോകും, ശരിയാകത്തില്ല. ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും പ്രിയരെ. നമ്മൾ തന്നെ നാവ് കൊണ്ട് പറയണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ഭാവി അനുഗ്രഹമായിരിക്കും, എൻ്റെ ഭർത്താവ് അനുഗ്രഹമാണ്, എൻ്റെ ഭാര്യ അനുഗ്രഹമാണ്, യേശുവിൻ്റെ നാവിനെ അനുഗ്രഹിക്കും. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം നിങ്ങൾ പറയുക, അത് അനുഗ്രഹം തന്നെയാകും. നിങ്ങളുടെ അനുഗ്രഹം തടയാൻ വേറെ ആർക്കും കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിനും കഴിയത്തില്ല, ഒരു ആഭിചാരത്തിനും കഴിയത്തില്ല. നിങ്ങളുടെ കുടുംബം തകർന്നു പോകാൻ വേറെ ആരെന്ത് ചെയ്താലും ഒന്നും നിനക്ക് വരത്തില്ല. കാരണം വചനം പറയുന്നു, ദൈവം അനുഗ്രഹിച്ചവനെ ആർ ശപിക്കും? ദൈവം അനുഗ്രഹിച്ചവനെ ആർക്കും ശപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും. വേറെ അത് പറയാൻ വേണ്ടി എൻ്റെ പേഴ്സിൽ പൈസയൊന്നുമില്ല, എല്ലാം കാലിയാ, ഞാൻ ഒത്തിരി കഷ്ടപ്പാടില്ല, എങ്ങനെ പറയും? അങ്ങനെ ഇരിക്കുന്ന നീ തന്നെ പറ. ആ ശൂന്യതയിലും സകലം നിറയ്ക്കുവാൻ കഴിയുന്ന ദൈവം ആ പരിശുദ്ധാത്മാവിനാൽ നിന്റെ നാവിലൂടെ സംസാരിക്കുമ്പോൾ സകലതും ഉണ്ടായി വരും. അടുത്തൊരാഴ്ച സംസാരിച്ചു നോക്കിയേ, ഉപദേശം മാറാത്തത് നീ വാക്കുകൊണ്ട് പറയുമ്പോൾ മാറും. ഞാൻ ഇങ്ങനെ കാണുന്നു, അവരിങ്ങനെ ആകും, ഇങ്ങനെ ആകും, ഇങ്ങനെ ആകും. സംസാരിക്കുക, സ്പീക്ക് ദ വേർഡ്. മനസ്സ് ചിന്തിച്ചാൽ പോരാ, പറയണം. ശത്രുവിനോടും പറയണം. യേശു അങ്ങനെയാണ് പറഞ്ഞു. ഇങ്ങനെ എഴുതിയിരിക്കുന്നില്ല. വചനം പറയുന്നു, സാത്താൻ അവനെ വിട്ട് പോയി. ഹല്ലേലൂയ. ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. ദൂതന്മാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ശുശ്രൂഷിക്കണമോ? ശത്രുവിനെ ഓടിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ നാവിലെടുക്കുക. അടുത്ത നിമിഷം നിങ്ങൾക്ക് സ്വർഗീയ ദൂതന്മാരുടെ ശുശ്രൂഷയെ കാണാനായി കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവ് പറഞ്ഞ വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. പക്ഷെ ഇപ്പോഴും പാപത്തിന് ടെംപ്റ്റേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോഴും ഞാൻ പാപത്തിന് അടിമയാണോ? പ്രിയരെ, ആ ടെംപ്റ്റേഷൻ വരുമ്പോൾ ആ ടെംപ്റ്റേഷൻ നമ്മോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, നീ വിശുദ്ധനൊന്നുമല്ല, നീ ഇപ്പോഴും പാപത്തിൻ്റെ കീഴിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? റോമൻസ് 6:6, റോമർ 6:6, അവർ ഓൾഡ് സെൽഫ് വാസ് ക്രൂസിഫൈഡ് വിത്ത് ഹിം. നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. വി ഷുഡ് നോ ലോങ്ങർ ബി സ്ലേവ്സ് ഓഫ് സിൻ. നമ്മൾ ഇനി പാപത്തിന് അടിമകൾ, ദാസന്മാർ അല്ല. അതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ പാപം വരുമ്പോൾ അയ്യോ പാപം അങ്ങ് കീഴ്പ്പെടുത്തി കളയുമെന്നല്ല, വായ കൊണ്ട് പറയേണ്ടതാണ്, ഞാൻ പാപത്തിന് അടിമയല്ല. വേറെ ചിന്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഈ ചിന്ത എന്നെ കുടുക്കിക്കളയുമെന്നല്ല,
ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. 1 കൊരിന്ത്യർ 2:16 പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. ഇത് പറയുമ്പോഴും വേണ്ട ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയണം, കീപ് സ്പീക്കിംഗ്. എന്താ പറയണ്ടേ? ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാകുന്നു. ഹല്ലേലൂയ. ശക്തിയുണ്ടോ? ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനമാണോ? അതിന് വളരെ വളരെ പവറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അകത്തേക്ക് ഷെയിം, കുറ്റബോധങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് നാണക്കെടുത്തുന്ന തരത്തിൽ ശത്രു ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ അത് ശരിയായില്ല, അന്ന് തെറ്റിയായിപ്പോയി, ഇങ്ങനെ നിന്റെ പാളിച്ച ഉണ്ടായി, ആ ബിസിനസ് തകർന്ന് നിന്റെ കുഴപ്പം കൊണ്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു? കുറ്റപ്പെടുത്തൽ ദൈവത്തിൻ്റെ ഭാഷയല്ല. റോമർ 8:1, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു കുറ്റബോധവും ആവശ്യമില്ല, ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. Therefore there is no condemnation എഴുതിയിരിക്കുന്നത്. കുറ്റപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം എപ്പോഴും ഒരു കാര്യം നമ്മൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം വിളിച്ചു പറയും, പിന്നെയാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അബ്രാം, നമുക്കറിയാം മക്കളില്ലാത്തവരായിരുന്നു അബ്രാം. അതിൻ്റെ പേര് അബ്രഹാം ആയിരുന്നില്ലല്ലോ, അബ്രാമോട് ദൈവം എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിന്റെ പേരിനി അബ്രാം എന്നല്ല അബ്രഹാം എന്നായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 75-ാമത്തെ വയസ്സിൽ ദൈവം പറയുവാണ്, നിന്റെ പേര് ഇനിമേൽ അബ്രഹാം എന്നാണ്, അബ്രാം എന്നല്ല. എന്ത് 100-ാമത്തെ വയസ്സിലാണ് കുഞ്ഞിനെ കിട്ടിയേ? 100-ാമത്തെ വയസ്സാകും പറഞ്ഞാൽ പോരെ? 100-ാമത്തെ വയസ്സിൽ നീ അബ്രഹാം ആകും എന്ന് പറഞ്ഞാൽ പോരെ? നമ്മളെല്ലാ പാപവും നിർത്തി സൂപ്പർ ആകുമ്പോൾ ദൈവം പറഞ്ഞാൽ പോരെ, നീ ഇപ്പോൾ വിശുദ്ധനായിരിക്കുന്നു. പക്ഷെ ദൈവം പറയാം, നിന്നെ ഞാൻ വിശുദ്ധനാക്കിയിരിക്കുന്നു, അവന്റെ രക്തം നിന്നെ സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു, നീ ക്രിസ്തുവിൽ പരിപൂർണനായിരിക്കുന്നു, നീ അവനോട് കൂടെ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇതാണ് ദൈവം നമ്മളെ കാണുന്നത്. അതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ദൈവം വിളിക്കുകയാണ്. ഓൾറെഡി നിന്നെ ഞാൻ ഇങ്ങനെ കാണുന്നത്. അബ്രഹാമേ, 75-ാം വയസ്സ് നിന്നോട് ഞാൻ പറയുകയാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്ത ദിവസം ദൈവം പറഞ്ഞു, ഇന്ന് അബ്രഹാം അല്ല അബ്രഹാം. അടുത്ത ദിവസം സാറ, അബ്രഹാം അങ്ങ് റോഡിരിക്കുമ്പോൾ വിളിക്കുവാണ്, അബ്രഹാം ചേട്ടാ. അപ്പൊ ആൾക്കാർ പറയും, എന്ത് മണ്ടത്തരമാണ് ഇവള് പറയുന്നേ, ഒരു കൊച്ചില്ല, ബഹുജാതികളുടെ പിതാവായ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാവുന്നില്ല അല്ലേ? അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ബഹുജാതികളുടെ പിതാവ്, മീനിങ്. അപ്പോ വൈഫ് അന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അന്ന് യജമാനൊക്കെ വിളിച്ചിരുന്നത് സാറ. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, അവർ വിളിക്കുന്ന രീതി, കാണുന്ന കാഴ്ചപ്പാട് മാറി. നിങ്ങളെ വിളിക്കേണ്ടത് പാപി എന്നല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്, യു ആർ ഹോളി, യു ആർ ബ്ലെയിംലെസ്. നീ കുറ്റമില്ലാത്തവനായി വിശുദ്ധനായി ദൈവത്തിനെ ആക്കിയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ തന്നെ കാണണം, അങ്ങനെ തന്നെ വിളിക്കണം. കാരണം പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, ക്രിസ്തുവിൽ വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവരെക്കുറിച്ച് ഒത്തിരി കുറ്റവും പറയുന്നുണ്ട്. ഇപ്പൊ കുറ്റങ്ങൾ കുറവുകളൊന്നും അവരെ വിശുദ്ധരല്ലാതാക്കുന്നില്ല. അത് ദൈവം അവരെ കാണുന്ന കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവം ആദ്യം ഒരു കാര്യം കാണാൻ ആഗ്രഹിക്കുമ്പോൾ അതിനാദ്യം വിളിച്ചു പറയും, പിന്നെ നമ്മൾ അതിലേക്ക് എത്തിക്കുക ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒബീഡിയൻസ് രണ്ടാമത്, ആദ്യം ദൈവം ഡിക്ലെയർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മളെ കാണുന്ന കാര്യങ്ങളെ പറയുക. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, യു ആർ മൈ പീപ്പിൾ, നിങ്ങൾ എൻ്റെ ജനമാണ്. ഹല്ലേലൂയ. അതുപോലെയാണ് യേശുവിനോട് ദൈവം പറഞ്ഞു, യു ആർ മൈ ബിലവഡ് സൺ, നീ എൻ്റെ പ്രിയ പുത്രനാണ്. നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പുതിയ സൃഷ്ടികളാണ്. അയ്യോ വളരെ പുതിയ സൃഷ്ടികൾ തന്നെ, പഴയ സ്വഭാവമൊന്നും മാറിയിട്ടില്ല. പക്ഷെ ദൈവം നിന്നെക്കുറിച്ച് പറയുകയാണ്, നീ പുതിയതാണ്. നീ അങ്ങനെ നിന്നെ കാണാൻ തുടങ്ങുമ്പോൾ നിന്റെ ലൈഫിനകത്ത് ആ മാറ്റത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. കൊലോസ്യർ 1:13 പറയുകയാണ്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്നു. വയ്ക്കുമെന്നല്ല, വച്ചിരിക്കുന്നു. ഓൾറെഡി ഡൺ. ഹല്ലേലൂയ. അപ്പോൾ 1-2 സ്റ്റേറ്റ്മെന്റ് വായിക്കുകയാണ് വേഗത്തിൽ. ഒരു കള്ളം നമ്മുടെ അകത്തേക്ക് വരികയാണ്, ഐ ആം പവർലെസ്, എനിക്ക് ശക്തിയൊന്നുമില്ല, കഴിയത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, സത്യം എന്താണ്? ഫിലിപ്പിയർ 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ആം റിജക്റ്റഡ്, എന്നെ ആർക്കും വേണ്ട എന്ന ചിന്ത വരുമ്പോൾ പറയണം, ഐ ആം ദ ബിലവഡ് ഓഫ് ഗോഡ്, ഐ ആം അക്സെപ്റ്റഡ്. ഹല്ലേലൂയ. എഫേസ്യർ 1:6. അതുപോലെ തന്നെ യിരെമ്യാവ് പറയുകയാണ്, ഞാൻ ദൈവത്താൽ നിത്യമായി സ്നേഹിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ അകത്ത് കുറ്റപ്പെടുത്തി വരുമ്പോൾ, അയ്യോ നീ ചെയ്തതെല്ലാം തെറ്റാണ്, നീ ഇനി ഒന്നിനും കൊള്ളത്തില്ല, കുറ്റബോധം അകത്ത് വരുമ്പോൾ പറയണം, ഇപ്പോൾ ക്രിസ്തുവേശുള്ള എനിക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇനി എപ്പോഴും പറയും, ഞാൻ ഒറ്റയ്ക്കാണ്,
ഒന്നിനും ആരുമില്ല എനിക്ക്, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാന്ന് പറയുമ്പോൾ ഹീബ്രൂസ് 13:5 പറയുകയാണ്, അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വാക്ക് പറഞ്ഞത് ഒരിക്കലും മാറത്തില്ല പ്രിയരെ. ആരെല്ലാം മാറിയാലും ആരൊക്കെ തള്ളിയാലും അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങൾ ജീവിക്കേണ്ടത് ശത്രു നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടല്ല, സാഹചര്യം പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടല്ല, ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം. നിങ്ങളുടെ ട്രൂ ഐഡൻറ്റിറ്റി വരുന്നത് ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സകലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ആവുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾക്കകത്ത് ശത്രുവിടുന്ന കള്ളങ്ങളെ ബ്രേക്ക് ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗിക്കുക, വചനത്തെ സംസാരിക്കുക, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ആയിത്തീരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സങ്കല്പിക്കാൻ കഴിയുമോ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട്? ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്ന് കാണാൻ എല്ലാവർക്കും എളുപ്പമാണ്. ദൈവം എന്നെ അടിക്കും, ദൈവം എന്നെ ശിക്ഷിക്കും എന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടം. കാരണം അത്രമാത്രമാണ് നമ്മുടെ മൈൻഡ് പൊള്യൂട്ടഡാണ്. പക്ഷെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ, അമ്മ തൻ്റെ കുഞ്ഞിനെ അണയ്ക്കുന്ന പോലെ സ്വർഗ്ഗത്തെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് കാണാൻ കഴിയുമോ? ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇമാജിൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? പാവം, ഒന്നും അറിയാത്ത പോലെ. 1000 രൂപ കൈ കിട്ടിയതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ ഗാന്ധിയപ്പൂർ തലയൊക്കെ വരും, 1000 നമ്പർ വരും. വന്നില്ലേ? കണ്ടില്ല 1000 നോട്ട്. 1000 ഇപ്പം ഇല്ലല്ലോ, 2000. സോറി. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി ഒന്ന് ഇമാജിൻ ചെയ്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തേ. നിങ്ങൾ എന്തായിരിക്കും ദൈവത്തെക്കുറിച്ച് കാണുന്ന പിക്ചർ? എങ്ങനെയായിരിക്കും? ഒരു ശബ്ദമായിട്ടൊരു ടോണൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നു, നമ്മൾ അടുത്ത് പോയി തൊട്ട് നിൽക്കുന്നു. അങ്ങനെയാണോ? എങ്ങനെയാണ് നീ കാണാൻ പോകണം? നിങ്ങൾ കാണുന്ന ദൈവത്തിൻ്റെ പിക്ചർ എങ്ങനെയാ? പറ, എങ്ങനെയാ അമ്മ എങ്ങനെ കാണുന്നേ? അമ്മ എങ്ങനെയാ ദൈവത്തെ കാണുന്നേ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പറയും. നിങ്ങൾ കുഞ്ഞുമക്കളൊക്കെ എടുത്തിട്ട് കുച്ചു നോക്കൂലേ, ഇങ്ങനെ തലൊളിക്കൂലേ, കാണിക്കൂ? നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്നായി കിട്ടിയ സ്വഭാവമൊക്കെ? നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ മടിയെടുത്ത് താലോലിക്കാറില്ലേ? നമുക്ക് ഈ സ്വഭാവമൊക്കെ എവിടെ നിന്നാ വന്നേ? നമ്മുടെ അപ്പനിൽ നിന്നാ, നമ്മുടെ ദൈവത്തിൽ നിന്നാ വന്നിരിക്കുന്നത് പ്രിയരെ. ദൈവത്തില്ലാത്തൊന്നും നമ്മൾ വരത്തില്ല ആ സ്വഭാവം. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം നമ്മളെ പാമ്പറിങ് ഡാഡിയാണ്, നമ്മളെ കൊഞ്ചിക്കുന്ന ദൈവമാണ്. എനിക്ക് 19 വയസ്സായത് ദൈവത്തിന് നീ കുഞ്ഞാണിപ്പോഴും. നിനക്ക് 80 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു വയസ്സേ അല്ല, നീ ഇപ്പോഴും കുഞ്ഞാണ്. ദൈവം നിന്നെ താലോലിക്കുന്നത് കാണാൻ പറ്റുമോ? സ്നേഹിക്കുന്നത് കാണാൻ പറ്റുമോ? നമുക്ക് അത്രയ്ക്കൊന്നും പറ്റൂലല്ലേ ദൈവത്തെ കാണാൻ പറ്റണം. ഹല്ലേലൂയ. നമ്മൾ ഇമാജിൻ ചെയ്യുമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്ന് അടുത്ത പറ, ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇമാജിൻ ചെയ്യാതെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് ആരെങ്കിലും വീട് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. നിങ്ങൾ ഇമാജിൻ ചെയ്യാത്ത വീട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമോ? പറ്റുമോ? ഇമാജിൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ അടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? മൈൻഡിൽ ഇമാജിൻ ചെയ്യും. എങ്ങനെയാ ഈ റോക്കറ്റും ഈ ഹെലികോപ്റ്ററും ഈ ഫ്ലൈറ്റും ഒക്കെ ഉണ്ടായി വരുന്നത്? ഒരാൾ ഇമാജിൻ ചെയ്തതാ അല്ലേ? ഇമാജിൻ ചെയ്തിട്ടാണ്. ദൈവം ഏറ്റവും വലിയ പവർഫുൾ ടൂളാണ് ഇമാജിനേഷൻ. നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞുതരാം. നിങ്ങൾ ഇമാജിനേഷൻ കഴിയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ തൊട്ടേ ഒരു പണിയില്ല വീട്ടിലിരിക്കുമ്പോൾ പിള്ളേരെ പഠിത്തം എന്തരാകുമോ എന്തോ, മോക്കിപ്പോൾ 3 വയസ്സായിരിക്കും, അവളെ വിവാഹത്തിന് എന്ത് ചെയ്യുമോ എന്തോ ഇപ്പോഴിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഇമാജിനേഷൻ. അത് നെഗറ്റീവ് സൈഡാണ്. വറി എന്ന് പറയും, ആകുലത, ടെൻഷൻ. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമോ എന്തോ, അടുത്ത മാസം എങ്ങനെ എന്ത് ചെയ്യുമോ എന്തോ, ചുമ്മാ ഇരുന്ന് ആലോചിക്കൂലേ? ഇതെന്തേ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ചെയ്യത്തില്ലേ ഇങ്ങനെയൊന്നും? ആലോചിക്കാറില്ലേ? അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? വല്ലാത്ത ഡിപ്രഷൻ, ഒരു കാര്യമില്ല, ചുമ്മാ ആലോചിച്ചതാ. അതെന്താ? നെഗറ്റീവ് ഇമാജിനേഷനാണ്. അതായത് സംഭവിച്ചാലോ ഒന്നും ഭയത്തിന് ചിന്തിക്കുന്ന, പക്ഷേ റിയൽ ആയിട്ടുള്ള സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ വചനം പറയും, സങ്കീർത്തനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ഇമാജിൻ ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. എന്ന് വെച്ചാൽ ഇമാജിൻ ചെയ്യണം എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്യണം ചുമ്മാ ഇരിക്കുമ്പോൾ. ഗോഡ് ലവ്സ് മീ. ദൈവം എന്നെ നോക്കിയിട്ട് പറയുവാണ്, മോനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇങ്ങനെ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ദൈവത്തിൻ്റെ ഫേസിൽ നിന്നെ നോക്കുമ്പോൾ ചിരി നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ, ആ ഒരു സന്തോഷം കാണാൻ പറ്റുമെങ്കിൽ നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ.
വലിയ കടുകട്ടിയുടെ സാധനമൊന്നുമല്ല. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇരുന്ന് നെഗറ്റീവ് ഇമോഷൻസ് ചിന്തിച്ച് വറി അടിച്ച് ഇങ്ങനെ പോണില്ലേ, ഉള്ള ടെൻഷൻ അടിച്ചിരിക്കുന്നില്ലേ? അതിന് പകരം ദൈവത്തിൻ്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ ദൈവം എപ്പോഴും എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്, ഒരു നാളും അവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ എപ്പോഴും അവൻ എന്നെ കൈ പിടിച്ചിരിക്കുന്നവനാണ്. ഈ ചിന്തകൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളാകുന്നു. സദൃശവാക്യം പറയുകയാണ്, ഒരു മനുഷ്യൻ തന്നെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന പോലെ അവനാകുന്നു. ചിന്തിക്കുക, 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 അങ്ങനെ തന്നെ നിങ്ങളായിത്തീരും. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുക. എന്താ മെഡിറ്റേറ്റ് ചെയ്യണ്ടേ? എനിക്ക് ആരുമില്ലേ എന്നല്ല, എനിക്ക് ഒരുവനുണ്ട്. സ്വർഗത്തിലൊരു ദൈവം എനിക്കുണ്ട്. എൻ്റെ വിഷമം അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ ഭാരം ഒരു ദൈവം എനിക്കുണ്ട്. എനിക്കെല്ലാം നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ നന്നായി അറിയുന്ന, എൻ്റെ വേദന അറിയുന്ന, എന്നെ കരുതുന്ന, ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു ദൈവം എനിക്കുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്യുക, ആ അപ്പൻ്റെ സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ഷിഫ്റ്റ് ഉണ്ടാവും. ശത്രുവിൻ്റെ കള്ളത്തരങ്ങൾക്ക് പിന്നെ യാതൊരു ഗ്രിപ്പും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. തീർച്ചയായും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.